നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് കഴിഞ്ഞപ്പോൾ മുതൽ ബി.ജെ.പിക്ക് അനക്കമില്ല. കാരണം എവിടെ നിന്നും ഒരു പ്രാദേശിക നേതാവിന്റെ പോലും ഒരു പ്രസ്താവനയും ഒന്നും നമ്മൾ കേൾക്കുന്നില്ല. അതായത് പ്രതീക്ഷകളും കേൾക്കുന്നില്ല, ഒന്നും ഒരു എക്സ്പെക്ടേഷനും ഇതുവരെ വന്നിട്ടില്ല. അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതായത് വലിയ പ്രതീക്ഷ ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കാം. അങ്ങനെ പ്രതീക്ഷയില്ലാത്ത സ്ഥിതിക്ക് രാജീവ് ചന്ദ്രശേഖറിന്റെ അവസ്ഥ എന്താവും? രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന നേതാവ് വല്ലാത്ത ഒരു ആവേശത്തോടു കൂടിയാണ് കേരളത്തിലേക്ക് എത്തിച്ചേരുന്നത്. നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ RSSന്റെ ശാഖകളുടെ എണ്ണത്തിൽ വർധനവ് നമ്മുടെ കേരളത്തിലുണ്ട്. ശാഖകളെല്ലാം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ അംഗബലം കൂടുതലുണ്ട്. അപ്പോൾ RSSന് ഇത്രയും വേരോട്ടം ഉണ്ടായിരുന്നിട്ട് കൂടി കേരളത്തിൽ BJP പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക്, അതായത് നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരു നിയമനിർമ്മാണ സഭയാണല്ലോ എപ്പോഴും, അങ്ങനെയുള്ള ഒരു നിയമനിർമ്മാണ സഭയിൽ ഒരു പങ്കാളിത്തം ഇല്ലാതെ പോകുന്നത് സത്യത്തിൽ BJP പോലൊരു പാർട്ടിക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അമിത്ഷായുടെ നേതൃത്വത്തിലാണ് ശരിക്കും രാജീവ് ചന്ദ്രശേഖറിനെ പോലെ ഒരു കേരളത്തിലെ കാര്യങ്ങൾ പരിഗണിക്കുന്നുണ്ട് കെട്ടിയിറക്കിയത്. ഇവിടെ ഉണ്ടായിരുന്ന കെ സുരേന്ദ്രനാകട്ടെ, വി മുരളീധരനാകട്ടെ, അതോടൊപ്പം PK കൃഷ്ണദാസ് ആയിക്കോട്ടെ, CK പത്മനാഭനായിക്കോട്ടെ, അങ്ങനെ നിരവധി നേതാക്കന്മാർ, MD രമേശ്, അങ്ങനെ ഒത്തിരി പേരുണ്ട് ഇവിടെ, ശോഭാ സുരേന്ദ്രൻ, അങ്ങനെ നിരവധി ആൾക്കാർ ഉള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാജഗോപാലിന് മുൻപോ പിൻപോ എന്ന് പറയുന്ന ഒരു കണക്കുണ്ട്. അപ്പൊ അതിന് മുൻപും പിൻപും ഒരു MLA നിയമസഭയിലേക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. തന്നെയുമല്ല, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പലയിടങ്ങളിൽ 2ാം സ്ഥാനത്തേക്ക് വരുന്നതിന് അപ്പുറത്തേക്ക് ഈ പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ UDFന്റെ ഒരു മുന്നണി സംവിധാനത്തിന് മുകളിലേക്ക് എത്തിപ്പെടാൻ പലയിടങ്ങളിലും സാധിക്കുന്നില്ല എന്നുള്ളതും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം UDF വിജയിക്കുന്ന സ്ഥലങ്ങളിൽ സെക്കൻഡ് പ്ലേസിൽ വരുന്നത് LDF ആയിരിക്കും. അപ്പോൾ ഈ 2ാം സ്ഥാനം ഒരു നിലനിർത്തിക്കൊണ്ടു പോവുക, സ്റ്റാറ്റിക്കായിട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്ന ഒരു വലിയ കടമ്പയുണ്ട് ശരിക്കും. അപ്പോൾ അതിനിടയിലാണ് ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ കടന്നുവരവും. അപ്പം ഈ പറയുന്ന നേതാക്കന്മാരെ ഒന്നും പാർട്ടിയെ ഇവിടെ കേരളത്തിൽ വളർത്താൻ തക്ക ശേഷിയുള്ളവരായി കേന്ദ്ര നേതൃത്വം പരിഗണിച്ചില്ല. അതുകൊണ്ടാണല്ലോ കെ സുരേന്ദ്രൻ ഇത്രകാലം ഉണ്ടായിരുന്നിട്ടും ഈ പറയുന്ന മുതിർന്ന നേതാക്കൾ നിരവധി ഉണ്ടായിരുന്നിട്ടും ഇങ്ങനെ ഒരാളെ കൊണ്ടുവരേണ്ടി വന്നത്, അല്ലെങ്കിൽ അമിത്ഷായ്ക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെ വന്ന സാഹചര്യത്തിൽ ഇവിടെ വന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ടുവരാൻ സാധിച്ചു. കാര്യം തൃപ്പൂണിത്തുറ, കോട്ടയം നഗരസഭകളും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനെ പിടിച്ചെടുക്കാൻ BJPക്ക് സാധിച്ചു. പക്ഷേ കോർപ്പറേഷന്റെ ഭരണം പിടിച്ചെടുത്ത് അമ്പയെ പരാജയപ്പെട്ടു പോയി. BV രാജേഷിനെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങളാണ്. തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന പരിപാടിയാണ് തിരുവനന്തപുരം നഗരസഭയിൽ നടത്തിയത്. പോട്ടെ. അപ്പം അങ്ങനെ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ തന്റെ കരുത്ത് ഇവിടെ തെളിയിച്ചു. ഈ വിജയത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നേമം എന്ന് പറയുന്ന മണ്ഡലം ഞങ്ങൾക്ക് BJPക്ക് അനുകൂലമായി നിൽക്കും എന്നുള്ളൊരു ധാരണയുടെ പുറത്ത് രാജീവ് ചന്ദ്രശേഖർ അഡ്വാൻസ് ആയിട്ട് അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. അതും മറ്റ് ആരെയും പരിഗണിക്കാതെ, പാർട്ടിയെ പോലും പരിഗണിക്കാതെ, പാർട്ടിയിലുള്ള ചർച്ചകൾ പോലും നോക്കാതെ ഈ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം പരിഗണിക്കുമ്പോൾ ഇവിടുത്തെ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇവിടെ ഒരു അധികാരത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ സവിശേഷ സാഹചര്യം, ഇവിടെ ഒരു ഭൂരിപക്ഷ വർഗീയത പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഒരു വോട്ട് അഭ്യർത്ഥനയോ വോട്ട് പിടുത്തമോ നടക്കുന്ന സാഹചര്യമല്ല ഉള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന് ശ്രമിച്ചു. അതായത് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ക്രിസ്തീയ സമൂഹത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന രീതിയിൽ, ഇപ്പം നമുക്കറിയാവുന്ന പോലെ മുനമ്പം വിഷയത്തിൽ കാര്യക്ഷമമായി രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഇടപെടൽ നടത്തിയെങ്കിൽ തന്നെയും പിന്നീട് കിരൺ റിജിജുവിനെ പോലുള്ള കേന്ദ്ര മന്ത്രിമാർ വന്നിട്ട് അവസാനം ഇത് കോടതിയുടെ വിഷയത്തിലാണ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ കോടതിക്കാണ് ഇതിനകത്ത് അന്തിമമായി തീർപ്പ് കൽപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് കേന്ദ്രമന്ത്രി വന്ന് സംസാരിക്കുമ്പോൾ അതുവരെ BJPക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു പ്രാതിനിധ്യം അവിടെ നഷ്ടപ്പെടുന്നു. 50ഓളം പേരാണ് അവിടെ ഈ മുനമ്പം സമരവും വഖഫ് ബോർഡ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഈ BJPയിലേക്ക് അംഗത്വം എടുത്തത്. പിന്നെ രണ്ടാമത് ഇപ്പൊ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന NDA എന്ന് പറയുന്ന മുന്നണിയിലേക്ക് വന്ന പല ഘടകകക്ഷികൾക്കും കൂടുതലായി സീറ്റുകൾ നൽകുകയും BJPക്കുള്ള സീറ്റ് കുറയുകയും ചെയ്തു. ഇപ്പം 2020 അവിടെ ഇവിടെ എല്ലാം സ്ഥാനാർത്ഥികളെ നിർത്തുന്നുണ്ട്. 2020 സ്ഥാനാർത്ഥികളെ കൊടുക്കുന്നുണ്ട്. BDJs കായംകുളം പോലെ BJPക്ക് വലിയ തോതിൽ വളർച്ചയുണ്ടായ ഒരു മണ്ഡലത്തിൽ പോലും ഒരു BJP സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നതിന് പകരം അവിടെ ഒരു BDJ സ്ഥാനാർത്ഥിയാണ് മത്സരരംഗത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. ഒരു ഉദാഹരണമായി പറഞ്ഞ അങ്ങനെ പലയിടങ്ങളിൽ ഇപ്പൊ തൃപ്പൂണിത്തുറ എന്ന് പറയുന്ന മണ്ഡലം, തൃപ്പൂണിത്തുറ നഗരസഭ കൈയടക്കി വെച്ചിരിക്കുന്നത് BJP ആണ്. അപ്പൊ തൃപ്പൂണിത്തുറ നഗരസഭ BJP പിടിച്ച സാഹചര്യത്തിൽ പോലും അവിടെ കൊണ്ടുവന്ന് അഞ്ജലി നായർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നു. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, ഇങ്ങനെ പിടിച്ചെടുക്കാൻ കഴിയുന്ന പല മണ്ഡലങ്ങളിലും
അവിടെ എല്ലാം കൊണ്ടുവന്നിട്ട് നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഘടകകക്ഷികളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളായി, ഒന്ന് BDJS ആയി, ഇവിടെ പിന്നെ ഈ പറയുന്ന പോലെ 2020 ആയി. അപ്പൊ ഇങ്ങനെ തങ്ങൾക്ക് BJPക്ക് അനുകൂലമായി നിൽക്കാൻ സാധ്യതയുള്ള പല മണ്ഡലങ്ങളിൽ പോലും ഈ പറയുന്ന എന്താ പറയുക ഘടകകക്ഷികളെ മത്സരിപ്പിച്ചത് കൊണ്ട് തന്നെ BJPക്ക് അകത്ത് നിന്ന് ഒരു വല്ലാത്ത ഒരു പ്രശ്നം ഇപ്പൊ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ഘടകമാണ്. അത് ബാധിക്കും. കാരണം ഈ പറയുന്ന 2020 പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് BJPക്ക് പ്രാതിനിധ്യമുള്ള പ്രദേശങ്ങളിൽ വോട്ട് നൽകുമ്പോൾ അല്ലെങ്കിൽ സീറ്റ് നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള പ്രാദേശിക നേതൃത്വത്തിന് ഉണ്ടാവും. സ്വാഭാവികം മാത്രമാണത്. അപ്പൊ അങ്ങനെ ആ എതിർപ്പ് ഉണ്ടാകുന്നത്, ആ എതിർപ്പ് അവരെങ്ങനെ പ്രകടിപ്പിക്കും എന്ന് ചോദിച്ചാൽ സ്ഥാനാർത്ഥികൾക്ക് എതിരായി പ്രവർത്തിക്കുക എന്നുള്ളതല്ല, സ്ഥാനാർത്ഥിക്കെതിരായി വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. സമ്മതിദാനാവകാശമാണല്ലോ എപ്പോഴും ഒരു സ്ഥാനാർത്ഥി ജയിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്, അല്ലാതെ പ്രവർത്തനങ്ങളല്ല. കാരണം ഇപ്പം ഒരു പ്രചരണ പ്രവർത്തനങ്ങളിൽ ചിലപ്പോൾ BJPക്കാര് 2020യുടെ വാല് പോലെ കൂടെ ഉണ്ടാവും. പക്ഷേ വോട്ട് ചെയ്യുന്നത് ഇവർ മറിച്ച് വോട്ട് ചെയ്യും. ഇപ്പൊ തൃപ്പൂണിത്തുറയിൽ വേണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കായിട്ട് വോട്ട് രേഖപ്പെടുത്താം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവരുടെ NDA സഖ്യത്തിലുള്ള ഈ പറയുന്ന 2020യിലെ സ്ഥാനാർത്ഥി അഞ്ജലി നായർ അവിടെ പരാജയപ്പെടും. ഇത് പ്രാദേശികമായി വലിയ വികാരം ഉണ്ടാവും. ഇതൊരു വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ ഈ നേതൃത്വം അല്ലെങ്കിൽ ഇവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർ ചവിട്ടി പുറത്താക്കും. കാരണം എന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ഈ രീതിയിലുള്ള ഒരു നീക്കം നടത്തുമ്പോൾ കേരളത്തിൽ ഒരു BJP പ്രവർത്തകനെ സംബന്ധിച്ച് BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇപ്പം നമ്മൾ പലയിടങ്ങളിലും സംസാരിക്കുന്നതിനിടയിൽ ഒരാള്, എനിക്ക് തോന്നുന്നു കായംകുളം മണ്ഡലത്തിലാണെന്ന് തോന്നുന്നു, ഒരാള് വന്നിട്ട് പറയുന്നത് ഞാൻ വോട്ട് ചെയ്യുന്ന സ്ഥാനാർത്ഥി ജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് നടക്കില്ല. കാരണം ഞാൻ BJP വിശ്വാസിയാണ്, എനിക്ക് BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ ജയിക്കുന്ന BDJSന്റെ സ്ഥാനാർത്ഥിയാ, BJPക്കാർ സ്ഥാനാർത്ഥി അല്ല. അവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഘടകകക്ഷി എന്നുള്ള നിലയിലല്ല, അവിടെ BDJS എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്ത് ജയിക്കണം താല്പര്യം ഇല്ല. ഇതാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പം എന്തിനാണ് ഞാൻ പ്രവർത്തിക്കുന്നത്? BJPക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നിലവിൽ BJPയിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു നേതാവിനെ എടുത്ത് മാറ്റിക്കൊണ്ട് അവിടെ ഒരു 2020യുടെ പകൽമാരാരോ അഞ്ജലി നായരോ ലക്ഷ്മി നായരോ ഇവരെയൊക്കെ പിടിച്ചുകൊണ്ട് മത്സരിപ്പിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇത് അവിടുത്തെ പ്രാദേശിക നേതൃത്വത്തെ വല്ലാണ്ട് കുഴക്കിയിട്ടുണ്ട്. ഇതൊരു പ്രതിഷേധത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്തിട്ടുണ്ട്. അതൊരു കാര്യം. പിന്നെ ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളത്തിൽ ഒരു ന്യൂനപക്ഷ വോട്ട് നല്ലൊരു കലവറ പോലെയാണ് കിടക്കുന്നത്. ഈ ന്യൂനപക്ഷ വോട്ടുകൾ ഇപ്പം ഹിന്ദു ഭൂരിപക്ഷമായ ഈഴവ സമുദായത്തിന്റെ വോട്ടുകളിൽ ഒരു 50%, ഒരു 60%, 65% വോട്ടുകൾ പോകുന്നത് എപ്പോഴും ഇടത് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്ന വോട്ടുകളാണ്. അതെല്ലാം അവരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ കിടക്കുന്നത്. അതിനകത്ത് വിള്ളൽ ഉണ്ടാക്കാൻ സാധിക്കില്ല. ഭൂരിപക്ഷ സമൂഹം, അതായത് ഭൂരിപക്ഷത്തിൽ തന്നെയുള്ള നായർ വോട്ടുകളിലാണ് പലപ്പോഴും BJPക്ക് വിള്ളൽ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അല്ലാതെ ആ BJP വോട്ടുകൾ പലപ്പോഴും കോൺഗ്രസിലേക്കും BJPയിലേക്കും ആ വോട്ടുകൾ ഇങ്ങനെ ഭിന്നിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ തന്നെയല്ല പിന്നെയുള്ളതെന്ന് വെച്ചാൽ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളാണ്. എന്നാൽ ഈ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല നിലവിലുള്ളത്. അവർ എന്ത് ചെയ്തു? BJPയിൽ ആൾക്കാർ സ്ഥാനാർത്ഥികൾക്ക് സീറ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവിടെ ക്രിസ്ത്യൻ ആൾക്കാർക്ക് സ്ഥാനാർത്ഥികളാക്കുന്നു, മുസ്ലിം ആൾക്കാരെ സ്ഥാനാർത്ഥികളാക്കുന്നു. പക്ഷേ ഇവിടെ വരുന്ന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് FCRI ബില്ല് വരുന്നത്. ഇപ്പൊ ഫോറിൻ പിന്നെ ഈ പറയുന്ന പോലെ ഇത് കോൺട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമനിർമ്മാണം വരുന്നു. അത് ബാധിക്കുന്നു. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഗുവാഹട്ടിയിൽ വെച്ച് നടക്കുന്നു. അപ്പൊ ഇതെല്ലാം ഗോവ ഛത്തീസ്ഗഡിൽ വെച്ച് നടക്കുന്നു. ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഇതെല്ലാം BJPയിൽ നിന്ന് ന്യൂനപക്ഷത്തെ അകറ്റി മാറ്റി നിർത്തുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പം വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമനിർമ്മാണം വരുന്നു. അതാരെയാ ബാധിക്കുക? ഈ പറയുന്ന പിന്നെ മുസ്ലിം ന്യൂനപക്ഷത്തെ അത് ബാധിക്കുന്ന വിഷയമാണ്. അങ്ങനെ വരും. പിന്നെ തന്നെയല്ല പൗരത്വ ഭേദഗതി ബില്ല്, ഇതൊക്കെ കേന്ദ്രം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. കേരളത്തിലെ വോട്ട് കൂടുതൽ കിടക്കുന്നത് കേരളത്തിൽ എന്തുകൊണ്ടാണ്? UDF പിന്നെ ജമാഅത്തെ ഇസ്ലാമിയും അതോടൊപ്പം PDP, SDPI തുടങ്ങിയവരെ പ്രോത്സാഹിപ്പിക്കേണ്ട മുസ്ലിം ലീഗിനെ ഒപ്പം നിർത്തുന്നത്. മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ട് കിടപ്പുണ്ടെന്നേ അവിടെ വിചാരിക്കുന്ന പോലെ അല്ല. പക്ഷെ ഇത്തവണ UDF വിചാരിച്ചത്ര ഒരു ഏകീകരണം നടന്നിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അപ്പം ഈ രീതിയിൽ ഇതിനെയൊക്കെ ഈ പറയുന്ന രണ്ട് മേഖലകളിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം രാജീവ് ചന്ദ്രശേഖർ വിചാരിച്ചിട്ട് നടന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ആകെ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം എത്ര പേർ വിജയിക്കുന്ന പോലും ഒരു കാൽക്കുലേഷൻ ഇല്ലാത്ത അവസ്ഥയാണ്. നേമത്തെ ജയിക്കുമോ ഇല്ലയോ? കാര്യം നേമത്തെ വോട്ടുകളെല്ലാം കൃത്യമായി അതാത് ബോക്സുകളിലേക്ക് വന്ന് വീണ് കഴിഞ്ഞാൽ, അതായത് CPMന്റെ വോട്ട് CPMനും കോൺഗ്രസിന്റെ വോട്ട് കോൺഗ്രസിനും വന്ന് വീണ് കഴിഞ്ഞാൽ അവിടെ BJPയുടെ വോട്ടുകൾ ഇത് രണ്ടിനും താഴെയാണ് നിൽക്കുന്നത്. അപ്പൊ ഈ സാഹചര്യത്തിൽ അവിടുത്തെ ഇപ്പം ഈ പറയുന്ന പോലെ അവിടെ നിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖർ വിരുദ്ധ വോട്ടുകൾ ഉണ്ടാവും. ആ വോട്ടുകൾ പോകുന്നത് ഒരുപക്ഷെ ഈ പറയുന്ന ശിവൻകുട്ടിയിലേക്കോ അല്ലെങ്കിൽ അവിടെ നമ്മുടെ ഇവനാണല്ലോ നിൽക്കുന്നത് അരുവിക്കരയിൽ ഉണ്ടായിരുന്ന എന്താ പറയാ അവരുടെ പേര് കൃത്യമായിട്ട് കിട്ടുന്നില്ല, അപ്പം അവരിലേക്ക് ശബരിനാഥനിലേക്കോ ആയിരിക്കും ഇത് പോകുന്നത്. അപ്പം ഇങ്ങനെ ഓരോ മണ്ഡലങ്ങളും ഉണ്ട്. കാര്യം വിജയ സാധ്യത ഉള്ളിടത്ത്
ഘടകകക്ഷികൾക്ക് കൊടുക്കുന്നു. എന്നിട്ട് വിജയസാധ്യത ഇല്ലാതെ പാലക്കാട് ഏറെക്കുറെ നമുക്ക് പിന്നെ ശോഭാ സുരേന്ദ്രനെ ഉറപ്പിക്കാൻ കഴിയും. എന്നാൽ അവിടുത്തെ ഇടതുപക്ഷ വോട്ടുകളിൽ ഇപ്പം അവിടെ ഉണ്ടായിരുന്ന NMR റസാഖാണ്. ആ റസാഖിന്റെ വോട്ടുകൾ കൃത്യമായി വീഴുകയോ അല്ലെങ്കിൽ ആ വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ അവിടെ വീണു പോകും. അവിടെ വിജയിക്കാൻ സാധിക്കാത്ത സാഹചര്യം വരും. ശോഭാ സുരേന്ദ്രൻ അതിന്റെ ഇടയ്ക്ക് ശോഭാ സുരേന്ദ്രന് വന്നിട്ടുള്ള ചില വീഴ്ചകളുണ്ട്. ആ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ ചെറിയ പ്രശ്നങ്ങൾ, വിവാദങ്ങളുണ്ട്. ആ വിവാദങ്ങൾ ഒക്കെ തന്നെയും ഈ പറയുന്ന വോട്ടിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ വോട്ടിനെ മറിയാൻ സാഹചര്യം ഉണ്ടായാൽ ശോഭാ സുരേന്ദ്രൻ പോലും അവിടെ വീണുപോകും. അപ്പം നിലവിൽ ഈ പറയുന്ന പോലെ എങ്ങും പ്രതീക്ഷിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര സീറ്റുകൾ കിട്ടും എന്നൊരു പലരും പറയുന്നുണ്ടല്ലോ. UDF 100 സീറ്റ് പറയുന്നുണ്ട്, LDF 75-78 സീറ്റ് പറയുന്നുണ്ട്. ഇതെല്ലാം പറയപ്പെടുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് BJPക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയാത്തത് എന്നുള്ളൊരു വലിയ ചോദ്യം എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രാദേശിക തലത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിനെതിരായിട്ട് ഒരു വലിയ വികാരം തന്നെ രൂപപ്പെട്ടു വരുന്നുണ്ട്. പക്ഷേ കേന്ദ്ര നേതൃത്വത്തെ ഭയന്നിട്ടും ഈ പറയുന്ന അമിത്ഷാ ഇടപെട്ടുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ ഇവിടെ ഇറക്കി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അതൊരു പബ്ലിക്കായ ഒരു ചർച്ചാ വിഷയമായി മുന്നോട്ട് പോകാത്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.